ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഫ്രണ്ട്സിനോട്, ഇന്ന് വാലൻറ്റൈൻസ് ഡേ അല്ലേ, അപ്പോൾ വാലൻറ്റൈൻസ് ഡേനെ പറ്റിയിട്ട് ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് ഷെയർ ചെയ്യണം തോന്നി. എൻ്റെ ഒരു ആദ്യത്തെ അറിവാണ്ട, എനിക്കിങ്ങനെ ഒരു സ്റ്റോറി അറിയുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. ഞാനങ്ങനെ വാലൻറ്റൈൻസ് ഡേ ഒന്നും ആഘോഷിക്കാറില്ല. പിന്നെ പുൽവാമയിൽ ഇതുണ്ടായതിന് ശേഷം അത് ബ്ലാക്ക് ഡേ ഇതിൽ ഞാൻ സ്റ്റാറ്റസിലിടും, അത്രമാത്രം. അല്ലാണ്ട് ഫെബ്രുവരി 4 ഞങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ആനിവേഴ്സറി കഴിഞ്ഞ് വാലൻറ്റൈൻസ് ഡേ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഈ വാലൻറ്റൈൻസ് ഡേനെ പറ്റിയുള്ള സ്റ്റോറി പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത് കാരണമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ആ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, എന്നാലും എനിക്കറിഞ്ഞപ്പോൾ ഞാനൊന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ. റോമിൽ പണ്ടൊരു ഫാദർ ഉണ്ടായിരുന്നു, വാലന്റിയൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിട്ട. അപ്പോൾ റോമിലൊക്കെ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ യുദ്ധങ്ങളൊക്കെ നടന്നോടന്നപ്പോഴേ അവിടുത്തെ രാജാവിൻ്റെ വിശ്വാസം എന്തായിരുന്നു, നമ്മൾ മനുഷ്യന്മാർ നമ്മൾ ആരെങ്കിലും പ്രണയിക്കുക അല്ലെങ്കിൽ ഭാര്യ മക്കൾ എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധത്തിൽ അവരുടെ ശക്തി കുറയും, കോൺസെൻട്രേഷൻ പോവും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അയാൾ ആരും കല്യാണം കഴിക്കാനായിട്ട് സമ്മതിച്ചിരുന്നില്ല. ആ രാജാവ്, അയാളെന്ന് പറഞ്ഞാൽ അദ്ദേഹം, ആ രാജാവ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ റോമിലൊന്നും ആരും കല്യാണം ഉണ്ടായിരുന്നില്ല, മക്കളുണ്ടാവില്ല, അങ്ങനെ ഒന്നും ഇല്ലാണ്ടായപ്പോൾ ഒരു അയ്യ പറഞ്ഞ പ്രീസ്റ്റിന് ഇങ്ങനെ കല്യാണം അല്ലെങ്കിൽ എന്താ പറയുക, ഇതൊക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്നേഹിക്കുന്നവരെയൊക്കെ തമ്മിൽ ഈ രാജാവ് അറിയാണ്ട് ഒന്നാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ പല പല കല്യാണം ഈ പള്ളിയിലച്ഛൻ നടത്തിയിട്ടാണ്. അപ്പോൾ ആ കല്യാണം നടത്തിയത് ഈ രാജാവ് എങ്ങനെയോ അറിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒളിവും മറവിലും ചെയ്യുന്ന കാര്യങ്ങൾ അത് വേഗം അറിയില്ല. അങ്ങനെ ഈ രാജാവ് ഇത് അറിഞ്ഞപ്പോൾ ഈ വാലന്റിയൻ എന്ന് പറയുന്ന ഫാദറിനെ തൂക്കിക്കൊന്നു. ആ വാലന്റൈൻസ് ഡേയിലാണ്, ഈ ഫെബ്രുവരി 14 വാലന്റിയൻ എന്ന് പറഞ്ഞ ഫാദറിനെ തൂക്കിക്കൊന്നത്. അത് കാരണം റോമിലുള്ളവരൊക്കെ ഇന്ന് ഫെബ്രുവരി 4 വാലന്റിയൻ ഫാദറിൻ്റെ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. പുറത്തുള്ള എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ആഘോഷിക്കുന്നത്. ഇപ്പോൾ പിന്നെ പുതിയ പുതിയ എന്താ പറയുക, ബിസിനസ്സുകൾ കൂട്ടാൻ അങ്ങനത്തേനൊക്കെ വേണ്ടിയിട്ടാണ് ഓരോ ഡേകൾ, റോസ് ഡേ, ഹഗ് ഡേ, ടെഡി ഡേ, അങ്ങനെയൊക്കെ കുറേ ഡേകൾ വന്നിട്ടുള്ളത്. ഞാൻ വിശ്വസിക്കുന്നത് ഓരോരുത്തരും ഓരോ ബിസിനസ്. ഇപ്പോൾ റോസ് ഡേ ആകുമ്പോൾ ഫ്ലവേഴ്സിൻ്റെ സെയിലിങ് കൂടും, അല്ലെങ്കിൽ ടെഡി ഡേ വരുമ്പോൾ ടെഡി ബിയേഴ്സിൻ്റെ ഇത് കൂടും. നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർ അല്ലെങ്കിൽ പ്രണയിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോ ഡേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഗിഫ്റ്റ് കൈമാറുമ്പോൾ എത്ര ബിസിനസ്സാണ് കൂടുന്നത് നമുക്കറിയും. അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ വാലന്റൈൻസ് ഡേക്ക് ഞാൻ എന്ത് ഗിഫ്റ്റാണ് എൻ്റെ ലവർക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് എന്താ തരുന്നുണ്ട്, ഇവിടെ നിന്ന് എന്താ പറയുക, ഒരു ചെറിയ ഗിഫ്റ്റ് തരണം, അതിനേക്കാളും വലിയ ഗിഫ്റ്റ് അവിടെ നിന്ന് തരണം, അങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവരും തിങ്കിങ് ഉണ്ടാവുക. അധികം പ്രായമിക്കുന്ന കാലത്ത് തന്നെ ഉണ്ടാവുള്ളൂ, കല്യാണം കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അല്ലാതെ ഞാൻ അറിഞ്ഞ സ്റ്റോറി ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയിതാക്കൾക്കും പ്രണയിനികൾക്കും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, തെറ്റില്ല. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കല്യാണം കഴിഞ്ഞതിലും മുന്നൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. അത് കഴിഞ്ഞിട്ടുണ്ടായാൽ വളരെ നല്ല കാര്യം. അപ്പോൾ എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, വൺസ് അഗൈൻ സപ്പോർട്ട് തരാം. Have a nice day. Thank you for watching. Bye bye. See you again.